ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ജന സർവീസ് ചെയ്യുക, സൈലൻസറിൻ്റെ ഭാഗം വിളക്കം, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, വാട്ടർ സർവീസ് ചെയ്യുക, പൊല്യൂഷൻ ടെസ്റ്റ്, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നടത്തി നമ്മൾ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആ ബ്രേക്കിൻ്റെ ഭാഗം പോലും ചെക്ക് ചെയ്ത് കൊണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തവണത്തെയും കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത തവണ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റേണ്ടി വരും. തവണത്തെ നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തത് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. നിലവിൽ വേറെ ബെയറിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ ബാക്കിലെ ടയർ കേട്ടോ, ബാക്കിലെ ടയർ മോശമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. അപ്പോൾ ടയറും കൈയോടെ മാറ്റി കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ടയർ മോശമായി കിടക്കുക, ഈ സൈഡൊക്കെ ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. ടയർ കൈയോടെ മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, വെയിറ്റ്, ബോസ് ഡൈവൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് മതി. ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ബെൽറ്റിൻ്റെ ഭാഗം നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായില്ല. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യില്ല. ഇത് നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സൈറ്റിൻ്റെ ബാറ്ററി, വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.87 വരെ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം 8.75 വോൾട്ട് ഇങ്ങനെ താഴോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് സ്റ്റേജിലേക്ക് ബാറ്ററി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഏത് സമയത്തും കാണിക്കാം കേട്ടോ. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞാൽ മതി. ഇപ്പോൾ മാറ്റുന്നില്ല, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി. ഏതാണ്ട് കംപ്ലയിൻറ്റിൻ്റെ സ്റ്റേജിൽ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാണ്ട്. അതിൻ്റെ ബ്രേക്ക് കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഡിമ്മിംഗ് ലൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പോയിൻ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പ്ലഗും നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ സൈലൻസറിൻ്റെ ഇളക്കെന്ന് പറയും ഈ ഗാർഡിൻ്റെ ഇളക്കണതില്ല, ഇതിൻ്റെ ഇളക്കമാണ് കാണിക്കുന്നത്. അതിൻ്റെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അപ്പോൾ തന്നെ അയച്ചിട്ട് നമുക്കൊരു ബോൾട്ടും വാഷൊക്കെ വേറെ ബോൾട്ടും വാഷൊക്കെ തന്നെ റീസെറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാത്ത രീതിയിൽ റീസെറ്റ് ചെയ്യാം. പിന്നെ വേറെ അങ്ങനെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പറയത്തേക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. മെയിനായിട്ട് നമുക്കിപ്പോൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം, അതുപോലെ ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റണം. പിന്നെ ആ ടയറും കൈയോടെ മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ ടയർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.